SARന്റെ ഫോം എങ്ങനെ പൂരിപ്പിക്കല് നിങ്ങൾക്ക് അറിയോ? അറിയില്ലെങ്കിൽ പേര് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിക്കാണ് ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലായ രൂപത്തിലാണ് പറയുന്നത്. സിമ്പിൾ പരിപാടിയാണ്. ഇങ്ങനെ ഒരു ഫോം നമുക്ക് കിട്ടുമല്ലോ. ഇവിടെ ആദ്യം എഴുതേണ്ടത് ജനനത്തീയതിയാണ് നമ്മൾ ചോദിക്കുന്നത്. അതിന്റെ നേരെ നമ്മൾ ജനനത്തീയതി എഴുതണം. അതിന്റെ ശേഷം ആധാർ നമ്പർ ഇതിന് നേരെ നമ്മൾ ആധാർ നമ്പർ എഴുതുക. മൊബൈൽ നമ്പർ ഇതിന് നേരെ എഴുതുക. പിന്നെ പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര്. പിന്നെ അടുത്ത കോളത്തിൽ പിതാവിന്റെ എപിക് നമ്പർ, അതായത് തിരിച്ചറിയൽ കാർഡിന്റെ ഇലക്ഷൻ കാർഡിന്റെ നമ്പറാണ് ചോദിക്കേണ്ടത്. അതും ഇതിന് നേരെ നമ്മൾ ഇവിടെ എഴുതണം. പിന്നെ അടുത്തത് നമ്മൾ എഴുതേണ്ടത് മാതാവിന്റെ പേര്, മാതാവിന്റെ എപിക് നമ്പർ, തിരിച്ചറിയൽ കാർഡിന്റെ നമ്പറാണ് ചോദിക്കുന്നത്. പിന്നെ പങ്കാളിയുടെ പേര്, അതായത് ഭർത്താവോ ഭാര്യയോ ആരാണ് നിങ്ങളെ പങ്കാളി എന്ന് ചോദിച്ചാൽ ഇവിടെ പങ്കാളിയുടെ പേരാണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പങ്കാളിയുടെ എപിക് നമ്പർ പിന്നെ നേരെ നമ്മൾ എഴുതുക. ഈ കോളം പറഞ്ഞത് എല്ലാവരും പൂരിപ്പിക്കണം. അതായത് 2002 വോട്ടർ പട്ടികയിൽ ഉള്ളവരും പൂരിപ്പിക്കണം, ഇനി ഇല്ലാത്തവരും ഈ കോളം പൂരിപ്പിക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ കോളം എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് നോക്കാം. അതായത് നമ്മൾ 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത്. ഇനി നമ്മൾ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ ഈ കോളത്തിലാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഈ കോളം എങ്ങനെ പൂരിപ്പിക്കാൻ നോക്കാം. ഫസ്റ്റ് എഴുതേണ്ടത് വോട്ടറുടെ പേര്. 2002 ഉൾപ്പെട്ട വോട്ടറുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ നമ്മൾ എപിക് നമ്പർ, തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതണം. ഇനി ബന്ധുവിന്റെ പേര്, അതായത് 2002 നമ്മളെ വോട്ടർ പട്ടികയിൽ ആരാണ് ബന്ധു എന്ന് വെച്ചാൽ അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ബന്ധം എന്നാൽ പിതാവോ മാതാവോ ആരാണെന്ന് വെച്ചാൽ ആ ബന്ധം ഇവിടെ എഴുതുക. പിന്നെ ജില്ല, അതായത് 2002 പട്ടികയിൽ നമ്മൾ ഏത് ജില്ലയാണോ ആ ജില്ല ഇവിടെ എഴുതുക. അതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പേര് ഇവിടെ എഴുതുക. പിന്നെ നമ്മൾ എഴുതേണ്ടത് നിയമസഭാ മണ്ഡലത്തിന്റെ പേര്, അതായത് 2002 നമ്മൾ നിയമസഭാ മണ്ഡലം ഏതാണോ നമ്മൾ ഉൾപ്പെട്ടത് ആ മണ്ഡലത്തിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എഴുതുക, ഭാഗ നമ്പർ എഴുതുക, ക്രമ നമ്പർ എഴുതുക. നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പറോ ഭാഗ നമ്പറോ ക്രമ നമ്പറോ ഒന്നും നമുക്ക് അറിയില്ലാന്ന് വെക്കുക. അറിയില്ലെങ്കിൽ ഞാൻ ഇതിന് നേരെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 2002 വോട്ടർ പട്ടികയിൽ എങ്ങനെ ചെക്ക് ചെയ്യാൻ പേരുണ്ടോ നോക്കാന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറും ഈ ഭാഗ നമ്പറും ക്രമ നമ്പറും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ നമ്പർ തന്നെ ഇവിടെ എഴുതി കൊടുക്കാം. അടുത്ത് നമ്മൾ പൂരിപ്പിക്കേണ്ടത് മൂന്നാമത്തെ കോളാണ്. അതായത് മൂന്നാമത്തെ കോളം 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരാണ് ഇത് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ പൂരിപ്പിക്കുമ്പോൾ പേര് നിലനിർത്തി നമ്മൾ ബന്ധുവിന്റെ പേരാണ് എഴുതേണ്ടത്, നമ്മളെ പേരല്ല. അതായത് ബന്ധുവിന്റെ പേരെന്ന് വെച്ചാൽ ചിലപ്പോൾ പിതാവോ മാതാവോ ആയിരിക്കാം. അപ്പോൾ അവരെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ അവരെ തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ ഇവിടെ എഴുതണം. അതേപോലെ തന്നെ ബന്ധുവിന്റെ പേര്, അതായത് ഇവിടെ ബന്ധുവിന്റെ പേര് നിലനിർത്തി ഇപ്പം നമ്മൾ പിതാവിന്റെ പേരാണ് ഇവിടെ എഴുതിയെങ്കിൽ ഇവിടെ പിതാവിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ അവരെ ബന്ധം പിതാവാണെങ്കിൽ പിതാവ് എന്ന് എഴുതാം, മാതാവാണെങ്കിൽ മാതാവ് എന്ന് എഴുതാം. അതേപോലെ തന്നെ 2002 നമ്മളെ ബന്ധുവിന്റെ ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് ഇവിടെ എഴുതണം, ജില്ല. അതേമാതിരി സംസ്ഥാനം എഴുതണം. അപ്പൊ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ബന്ധുവിന്റെ നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് എഴുതേണ്ടത്. അതേപോലെ ബന്ധുവിന്റെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എഴുതണം, ക്രമ നമ്പറും എഴുതണം, ഭാഗ നമ്പറും ഇവിടെ എഴുതണം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്.